എല്ലാവർക്കും നമ്മുടെ ഫുഡ് കോർട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള മുറുക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമ്മൾ റവ വെച്ചിട്ടാണ് ചെയ്യുന്നത്. റവയും അരിപ്പൊടിയും കൂടെ വെച്ചിട്ടാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുറുക്കാണ്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് ഇഷ്ടമാവും ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ താഴെ കാണുന്ന ആ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടണും അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വേഗം വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാത്രം എടുക്കുക. അതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏത് കപ്പ് എടുത്താലും കുഴപ്പമില്ല കേട്ടോ. ആ കപ്പിന് തന്നെ എല്ലാ അളവുകളും എടുത്താൽ മതി. 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഉപ്പുള്ള ബട്ടറാണ് ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് അതനുസരിച്ച് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ബട്ടറൊക്കെ മെൽറ്റ് ചെയ്ത് നന്നായിട്ട് നമ്മുടെ വെള്ളം തിളച്ച് വരട്ടെ. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്, കണ്ടില്ലേ, നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് റവയാണ്. വറുത്ത റവയോ വറുക്കാത്ത റവയാണെങ്കിലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് റവയാണ്, ആ അതേ കപ്പിന് തന്നെ അളന്നിട്ട് 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. ആ റവയിലേക്ക് ആ വെള്ളമൊക്കെ ചേരണം. അതുപോലെ കട്ടകളൊന്നും ഉണ്ടാവാതെ കട്ടകളൊക്കെ ഉടച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് കുറച്ച് കഴിയുമ്പോൾ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു പരുവാവും. അതുവരെ നമ്മളിത് ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ അത് ആ പാനിൽ നിന്നൊക്കെ നന്നായിട്ട് ഇതുപോലെ വിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഓഫ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് തണുക്കട്ടെ. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്, ഒത്തിരി ചൂട് വേണ്ട. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി അതിൻ്റെ കൂടെ നമ്മൾ ആ വെള്ളം എടുത്ത അതേ കപ്പിന് തന്നെ 1 കപ്പ് അരിപ്പൊടിയാണ് ചേർക്കുന്നത്. അതുപോലെ ഇതിലേക്ക് 1 ടീസ്പൂൺ എള്ള് ചേർക്കുന്നുണ്ട്. ഞാൻ ഇവിടെ കറുത്ത എള്ളാണ് ചേർത്തിട്ടുള്ളത്. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് കായപ്പൊടി, കായം ഒരു 1/4 ടീസ്പൂണൊക്കെ മതിയാവും കേട്ടോ, അതുകൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയാണ് ചേർക്കുന്നത്. ഒത്തിരി എരിവൊന്നുമില്ല, കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ട് ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മുടെ റവയിലൊക്കെ കുറച്ച് വെള്ളം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് തന്നെ ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എല്ലാം കൂടെ ചേർത്തിട്ട്. അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുഴച്ചെടുക്കണം. വെള്ളം ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒത്തിരി വെള്ളം ചേർക്കരുത്. ഒരു 3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂൺ, അതിൽ കാരണം കൂടുതൽ ഒരിക്കലും വെള്ളം പാടില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂണൊക്കെയാണ് വെള്ളം ചേർത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് ഇത് നന്നായി കുഴച്ച് ശരിക്കൊരു മാവിൻ്റെ രൂപത്തിലാക്കി എടുക്കുക. അപ്പോൾ ഒട്ടും തന്നെ ലൂസായിട്ടുള്ള മാവായിരിക്കരുത്. ലൂസായിട്ടുള്ള മാവാണെങ്കിൽ നമ്മുടെ മുറുക്ക് നന്നായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. കുറച്ച് സോഫ്റ്റ് ആയിരിക്കണം, എന്നാൽ കുറച്ച് കട്ടി വേണം. അതായത് ഒത്തിരി അങ്ങ് വെള്ളം പോലത്തെ മാവൊന്നും ആയിരിക്കരുത്. ഇതുപോലെ കുറച്ച് കട്ടിയിലുള്ള മാവാണ് വേണ്ടത്. അതുകൊണ്ട് വെള്ളം ചേർക്കുമ്പോൾ സൂക്ഷിച്ച് ചേർക്കുക. അതായത് ഇതുപോലെയാണ് നമ്മുടെ മാവ് ഉണ്ടാവുക. തൊട്ട് നോക്കുമ്പോൾ സോഫ്റ്റാണ്, പക്ഷെ ഒത്തിരി വെള്ളത്തിൻ്റെ അംശം അതിലുണ്ടാവരുത്. ഇനി നമുക്ക് മുറുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ചില്ലാണ് വേണ്ടത്. നമ്മുടെ സ്റ്റാർ ഷേപ്പിലുള്ള ചില്ലുണ്ടല്ലോ, അതാണ് എടുക്കുക. അതിലേക്ക് നന്നായിട്ട് എണ്ണ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഈ അച്ചിൻ്റെ ഉള്ളിലുമൊക്കെ നന്നായിട്ട് എണ്ണ തടവി കൊടുക്കുക, അല്ലെങ്കിൽ അത് മാവ് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് എണ്ണ തടവി കൊടുത്തതിന് ശേഷം നമുക്കതിൻ്റെ ഉള്ളിലേക്ക് മാവ് ഇതുപോലെ നീളത്തിലാക്കിയിട്ട് വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ പകുതി മാവാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പകുതി ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് സാധാരണ പോലെ തന്നെ നമുക്ക് ചുറ്റിച്ചെടുക്കാം. അപ്പോൾ ഈ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് ആണെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ ചുറ്റിച്ചെടുക്കാനായിട്ട് പറ്റും. ഇത് വളരെ എളുപ്പമാണ്. മാവ് കറക്റ്റായിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഇങ്ങനെ റൗണ്ടിൽ ഇതുപോലെ ചുറ്റിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് ഫുൾ ചുറ്റിച്ചതിന് ശേഷം നമ്മളിതിൻ്റെ നടുക്കും അതുപോലെ തന്നെ ഇതിൻ്റെ അറ്റത്തെ ഭാഗവും ഒന്ന് ഒരുമിച്ചാക്കി കൊടുക്കുക. കാരണം അല്ലെങ്കിൽ നമ്മൾ എണ്ണയിലിടുന്ന സമയത്ത് അവിടെ നിന്ന് അങ്ങ് വിട്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതിൻ്റെ അറ്റം ഒന്ന് ഒരുമിച്ചാക്കി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾക്ക് ചെയ്ത് വെക്കുന്നത് വേണമെങ്കിൽ വാഴയിലേക്ക് ഉണ്ടെങ്കിൽ അതിൽ ചെയ്ത് വെച്ചാൽ കുറച്ചും കൂടെ നല്ലതാണ് കേട്ടോ, പോരാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ ഇതുപോലെ ഈ കട്ടിംഗ് ബോർഡിൽ വെച്ചു എന്നേ ഉള്ളൂ. പക്ഷേ ഇതിൽ നിന്നാണെങ്കിലും പെട്ടെന്ന് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു സ്റ്റീൽ പ്ലേറ്റിൽ കുറച്ച് എണ്ണ തടവിയിട്ട് അതിൽ ചെയ്താലും മതി. ഇപ്പോൾ നമ്മളിവിടെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഉള്ളത് ഇതിൽ നിന്ന് എടുത്തിട്ട് ഫ്രൈ ചെയ്യാൻ നല്ല എളുപ്പമാണ്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ എണ്ണ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് ഇട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി, ഒത്തിരി തീ കൂട്ടി വെക്കണ്ട. എന്നിട്ട് ഇത് ഒരു സൈഡ് മുരിഞ്ഞതിന് ശേഷം മാത്രം തിരിച്ചിടുക കേട്ടോ, അല്ലെങ്കിൽ തിരിച്ചിടുന്ന സമയത്തും ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് വരുന്ന സമയമാകുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ
അപ്പോൾ ആ 2 സൈഡും റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടാണ് ഉള്ളത്. ഒത്തിരി എണ്ണയൊന്നും ഉണ്ടാവില്ല ഇതിന്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതാ ഇത്രേ ഉള്ളൂ. നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള മുറുക്കാണ്. ഞാനത് പൊട്ടിച്ച് കാണിച്ചു തരാം. നല്ല ക്രിസ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. അവർക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ഒരു റെഡ് കളറിലൊരു സബ്സ്ക്രൈബിൻ്റെ ബട്ടൺ ഉണ്ട്. അതൊന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ വരും. അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്